പേട്ടത്തുള്ളുന്ന എരുമേലിയിൽ ഒരു പള്ളിയിൽ പ്രോഗ്രാം. അപ്പോൾ അന്ന് മനോരമയിൽ ഷൂട്ട് നടക്കുക. നമ്മുടെ രാജേഷ്, ഒരുപാട് പേർക്ക് അവിടെ ഷൂട്ട്. 10 മണിക്ക് എരുമേലിക്ക് പോകാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ 2 മണിയായിട്ട് പോകാൻ പറ്റി. ഇവർക്ക് ഷൂട്ട് കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനാണെങ്കിൽ ആകെ ടെൻഷനായി. കാരണം അവിടെ ഗാനമേള ഉണ്ടെങ്കിലും ഞാൻ എന്നിട്ട് ഈ ജ്യോതി കോട്ടയം എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റും അവൻ ഫിഗറാണ് ചെയ്യണത് മോഹൻലാലിനൊക്കെ. പിന്നെ ഒരു സുമേഷ് അരൂർ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, കുടിയൻ കളിക്കാൻ. മനസ്സിലായി. ഇവർ 2 പേരും ഉള്ളൂ. ഞാൻ പറയും വാ പോവാം, ഇല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന മറ്റു ആർട്ടിസ്റ്റുകളൊക്കെ സതീഷ് ഒളേരി പോലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ മനോരമയില്ല. ഇവിടുന്ന് വണ്ടിയിൽ പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു ഇൻ്റർവ്യൂ ആയിട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങനെ എടാ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്ന് വെച്ചാൽ, ചേട്ടനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ പറയും. ഞാൻ നിൻ്റെ വീട് എവിടെയാണ്? എൻ്റെ വീട് കോട്ടയത്ത് ഞാൻ വന്നിട്ടുണ്ടല്ലോ. എവിടെ? കോട്ടയം സ്റ്റാൻഡിൻ്റെ പുറകിൽ ഒരു നാടക നടി അമ്മണിയില്ലേ, അവരുടെ മൂത്ത മോളെ പെണ്ണ് കാണാൻ വന്നാൽ ഞാനാ. അപ്പം പറയും ചേട്ടാ വീട്ടിൽ നിന്ന് പെണ്ണ് കിട്ടണ്ട കേട്ടാ. അതെന്താ? അവിടുത്തെ മൂത്ത മോളെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആലുക്കാസ് ജ്വല്ലറി. അതെന്താ? ഒരു പണത്തൂക്കം മുന്നേ. ഓഹോ. അപ്പം രണ്ടാമത്തെ മോളുണ്ടല്ലോ, അവള് മലബാർ ഗോളാ. അതിൻ്റെ ഒരു ഡെഫിനേഷൻ പറയില്ല, എന്താണ്? പണിക്കൂലി, അങ്ങനെ ഒരു സാധനം പറയും. അപ്പം ഞാൻ പറയും എടാ ഇവരുടെ അമ്മയുണ്ടല്ലോ അറ്റ്ലസ് ജ്വല്ലറിയാണ് എന്ന് വെച്ചാൽ ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. ഇത് ഞാൻ പറഞ്ഞ് പഠിപ്പിച്ച് ഐറ്റം കയറി ചെന്ന് കറക്റ്റ് സമയത്തിന് ഇത് കയറി കഴിയുമ്പോൾ പറയാം ചേട്ടാ തീരുവാണ് ഐറ്റം. ചേട്ടാ അതുവരെ അവൻ പറഞ്ഞു ചേട്ടാ മൂത്ത മോളുണ്ടല്ലോ ആലുക്കാസ് ജ്വല്ലറി ഒരു പണത്തൊക്കെ മുന്നേ. രണ്ടാമത്തെ മോളുണ്ടല്ലോ മലബാർ ഗോൾഡ് അതിങ്ങനെ. പിന്നെ ഉണ്ടല്ലോ ചേട്ടാ ഞാൻ പറഞ്ഞത് അവരുടെ അമ്മയുണ്ടല്ലോ ചേട്ടാ അറ്റ്ലസ് ജ്വല്ലറിയാ എന്നും ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന് പറഞ്ഞപ്പോൾ അവന് മനസ്സിലായി ഞാൻ പറയേണ്ടതാണല്ലോ അവൻ കയറി പറഞ്ഞെന്നുള്ളത്. അപ്പം അവൻ എൻ്റെ മുഖത്ത് കിട്ടു പറയാ ഇനി ചേട്ടൻ പറയാന്ന്. അപ്പം ഞാൻ എന്നാ പറയാനാ, എല്ലാം നീ പറഞ്ഞില്ലേ, ഇനി ഞാനിത് പറയാനെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ സ്റ്റേജിൽ ആൾക്കൊന്നും മനസ്സിലായി. എല്ലാവരുടെ അല്ല ഈ സൈനിന് പറ്റിയുള്ള ഒരു പറ്റായത്. അതെ, ഇതുപോലത്തെ ഒരുപാട് അബദ്ധങ്ങളുണ്ടായിട്ടുണ്ട് ഇഷ്ടം പോലെ. പടകളും ബുദ്ധിമുട്ടുകളും മ്യൂക്രിക്കാരനാവുമ്പോൾ അറിയാമല്ലോ. അയ്യോ അത് ഇപ്പോഴല്ലേ ഈ ചാനലൊക്കെ വന്നേക്കണത്. അതിന് മുമ്പൊക്കെ സ്റ്റേജ് പരിപാടികൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സീസൺ ഉണ്ട്, ഒരു 3 മാസം 4 മാസം. അത് കഴിഞ്ഞാൽ പിന്നെ മഴ തുടങ്ങി ഒരു പണിയില്ലാണ്ടിങ്ങനെ ഇരിക്കും. അപ്പോൾ ഒരു രക്ഷയില്ലാണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇവിടെ എറണാകുളത്ത് നിന്നൊരു കോള്, ഒരു പ്രോഗ്രാം ഉണ്ട്, 2 ആൾ മതി, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മുടെ കൂടെ ഒരു പ്രസാദ് ഉണ്ട്, മുഹമ്മദ് പ്രസാദ്. പ്രസാദ് ഞാനും കൂടി വരാം, പ്രശ്നമൊന്നുമില്ല. പൈസയൊക്കെ പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ റെഡി. അപ്പോൾ ഞാൻ പറഞ്ഞു എവിടെയാണ് ഏട്ടാ പരിപാടി? എവിടെയാണെന്ന് പറയാൻ പറ്റില്ല, വണ്ടി ഇവിടുന്ന് വിടും, നെല്ലിയാമ്പതിക്കാണ് പോകുന്നത്, അതിൻ്റെ ഇടയിലൊക്കെ പരിപാടി. അപ്പം ഞാൻ പറഞ്ഞു അതെന്ത് പരിപാടി? എന്താണ്? ജ്വല്ലറി ഓണേഴ്സിൻ്റെ ഒരു ടൂർ പ്രോഗ്രാം. അവർ ഒരു വോൾവോ ബസ്സിന് ഇവിടുന്ന് എറണാകുളത്തുനിന്ന് നെല്ലിയാമ്പതിക്ക് പോവുകയാണ്. ഓക്കെ. അപ്പോൾ അവരെ ബസ്സിൽ നമ്മൾ ചിരിപ്പിക്കുക, ഇതാണ് ഞങ്ങളുടെ റോള് പരിപാടി. ബസ്സിൽ ചെറിയൊരു മൈക്കൊക്കെ ഉണ്ടാവും. അപ്പം ഞാനിത് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു 1 മിനിറ്റ് ഞാൻ വിളിക്കാട്ടോ, ഞാൻ പറയാമെന്നു. പ്രസാദിനെ വിളിച്ചിട്ട് പറഞ്ഞു പ്രസാദേ ഇതാടാ എന്ത് ചെയ്യോടാ നമ്മൾ ബസ്സിൽ എന്ത് പറയും? പ്രസാദ് പറഞ്ഞു ഒരു രക്ഷയില്ലാണ്ടിരിക്കുകയാണ്, നീ അത് കേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും പ്രസാദും കൂടി ഇവിടുന്ന് രാവിലെ എറണാകുളത്ത് നിന്ന് ബസ് വന്ന്. അപ്പോൾ ഇവരൊക്കെ കയറി ബസ്സിലൊക്കെ ഇരുന്ന് ഒക്കെ വാശുകാർ ജ്വല്ലറി ഓണേഴ്സാണ്. കുറച്ച് പേരൊക്കെ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ കാരണമാണ് വന്നത്, അവരൊക്കെ അങ്ങോട്ട് എത്തുള്ളൂ. ഞങ്ങൾ ഈ അറക്കാക്കൂടെ നേടണം മാടുകളെ പോലെ എപ്പോഴാണ് വിളിവറ്റെന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഇരിക്കുകയാണ്, വണ്ടി കയറി ബാക്ക് സീറ്റിൽ പോയി ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരോ കോമഡിക്കാർ വന്നിട്ടില്ലേ ബാക്കിലുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്ത് മറ്റേ ചാക്യാർ കൂത്തുകാരൻ ഇരിപ്പുണ്ട്. ഞങ്ങൾക്കൊരാശ്വാസം. ഞാൻ പറഞ്ഞു ചേട്ടാ ചാക്യാർ, നമ്മൾ ചാക്യാർ കൂത്താണ് എന്ന് പറഞ്ഞു. പുള്ളിയുണ്ട്, നമ്മൾ മാത്രമല്ല വേറൊരാളും കൂടി ഉണ്ട്. അങ്ങനെ വണ്ടി ഇവിടുന്ന് വിട്ട് വടക്കാഞ്ചേരിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഡയാന ഹോട്ടലുണ്ട്, പഴയ ഡയാന ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ഒരു 3-4 ജഗ് കള്ളങ്ങട് കയറ്റാണ് വണ്ടിയിലേക്ക്. ചെത്തുകളിൽ പനങ്കള്ള്, അവിടുത്തെ പനങ്കള്ള്. ഇതൊക്കെ കുടിച്ച് ഇവരൊക്കെ അങ്ങോട്ട് മൂടായി. ഏകദേശം നെന്മാറയൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഹെയർപിനാണ്. അവിടെ എത്തിയപ്പോഴാണ് മിമിക്രി പോരട്ടെ അമ്പടാ. ഞാനും പ്രസാദും കൂടി ചെന്ന് ഫ്രണ്ടിൽ ചെന്ന് ബൈക്കാണെങ്കിൽ ഒരു ബൈക്കും ഇത് സൗണ്ടും ഇല്ല. അങ്ങനെ ഞങ്ങളെന്തോ ഒരു ഇന്റർവ്യൂ കളിക്കാണ്. അപ്പൊ ഈ ഹെയർപിന്നാണ് ഇതിങ്ങനെ വീഴ. അപ്പൊ എവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് ഒരു കണക്കില്ല. ലാസ്റ്റ് പ്രസാദം കൈതെറ്റി വീണ അവിടെ. അപ്പൊ അവർക്ക് ദയനീയത തോന്നിയെന്നു. ഇപ്പൊ വേണ്ട മിമിക്രി കുറച്ചു നേരം നിർത്തി നോക്ക്,
കാരണം ഇവരൊന്നും കാണുന്നില്ല. സൈഡ് സീനുകൾ നല്ല രസമാണ്. അതെ, അതെ. അവര് ദേഹമ്മ കുരങ്ങ് മറ്റതും മറിച്ചത് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും പ്രിയമുള്ളവരെ അത് മറിച്ച് ഇപ്പോഴാണ് ഓർക്കണത്. മറിച്ച് ഞാൻ പ്രസാദ് മറിച്ച് പറയും പ്രിയപ്പെട്ട ജനങ്ങളെ, അപ്പൊ പ്രിയപ്പെട്ട ജനങ്ങളെ ഇങ്ങനത്തെ ഒരു സാധനമാണ്. ഇതാര് മൈൻഡ് ചെയ്യണ്? ഒന്നാമത് ബാലൻസും ഇല്ല, മൈക്കാണ് കേൾക്കണമില്ല. അവ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ദയനീയത തോന്നിയിട്ട് അവർ പറഞ്ഞു പിന്നെ പിന്നെ മതി എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് വൈകിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു റിസോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടായിരുന്നു ഈ ചാക്യാർ കൂത്ത് പരിപാടിയും നമ്മുടെ സ്കിറ്റും ഒക്കെ. ഇത് തന്നെ നമ്മൾ പിന്നെയും കളിച്ച്. അവരാരും ശ്രദ്ധിച്ചിട്ട്